ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാഫ് കൺട്രോൾ ബ്രിഡ്ജ് കൺവേർട്ടർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഫുള്ളി കൺട്രോൾഡ് ആയിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയർ ആയിരുന്നു. ഫുള്ളി കൺട്രോൾഡ് ആവുമ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്? യൂസ് ചെയ്യുന്ന 4 ഡിവൈസ് എന്ന് പറയുന്നതും SCR ആയിരുന്നു. ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താണ്, ഹാഫ് കൺട്രോൾഡ് ആണ്. ഹാഫ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഹാഫ് പോർഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോ അതിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 SCRഉം 2 ഡയോഡും ആണ്. അതായത് പകുതി SCRഉം പകുതി ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഹാഫ് കൺട്രോൾ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ വർക്കിംഗ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫുള്ളി കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ, അതായത് 4 SCR യൂസ് ചെയ്തിട്ടുള്ളതിൽ ആൽഫ ലെസ് ദാൻ 90 ഡിഗ്രി, ഫയറിംഗ് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രിയും ആൽഫ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി വരുമ്പോഴുള്ള വേവ് ഫോംസ് ഒന്ന് അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആൽഫ ലെസ് ദാൻ 90 ഡിഗ്രിയിൽ SCR റെക്ടിഫയർ ആയിട്ടും ആൽഫ ഗ്രേറ്റർ ദാൻ 90 ഇൻവേർട്ടർ ആയിട്ടും ആണ് വർക്ക് ചെയ്യുക. ഓക്കെ, നോക്കാത്തവര് ഒന്നും കൂടെ അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഡയഗ്രാം കാണുമ്പോൾ റെക്ടിഫയർ ആയിട്ടാണ് ആൽഫ ലെസ് ദാൻ 90 ഡിഗ്രിയിൽ വർക്ക് ചെയ്യുന്നത്, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി വർക്ക് ചെയ്യുന്നത് ഇൻവേർട്ടർ ആയിട്ടാണ്. ഈ പോയിന്റ് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് ഈ 2 പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ച് ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് വരാം. നമ്മൾ ഓരോ ലോഡിന്റെ കേസിൽ നോക്കുന്നു. ഫസ്റ്റ് റെസിസ്റ്റീവ് ലോഡിന്റെ കേസിലാണ് നോക്കുന്നത്. എന്താണ് ഇവിടെ വ്യത്യാസം? മറ്റേതിനെ അപേക്ഷിച്ച് 4 തൈറിസ്റ്റർ ഉണ്ടായിരുന്നിടത്ത് 2 തൈറിസ്റ്ററും ബാക്കി 2 ഡയോഡ്സും ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എങ്ങനെയാ കണ്ടക്ഷൻ വരുന്നതെന്ന് പറയാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്ത് വരും? T1 കൂടെ കയറി റെസിസ്റ്റീവ് ലോഡിൽ കൂടെ കടന്ന് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ല വരുന്നത്. അപ്പൊ D1 ആണ് എന്താവുക? ഓൺ ആവുക, ഫോർവേഡ് ബയസ്ഡ് ആവുക. ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് സർക്യൂട്ട്. കറക്റ്റ് അല്ലേ? ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഓൺ ആയിരിക്കുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? T1 ആൻഡ് D1 ആണ്. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുമ്പോൾ T2 എന്ന് പറയുന്നത് SCR ആണ് ഓൺ ആവുക. അതിനുശേഷം റെസിസ്റ്റീവ് ലോഡിൽ കൂടെ കടന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത് D2 ആണ് ഫോർവേഡ് ബയസ്ഡ് ആവുക അല്ലെ. അപ്പൊ D2 കൂടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോ അതിന്റെയും വേവ് ഫോമിന്റെ കറണ്ടിന്റെ ഫ്ലോയുടെ ഡയറക്ഷൻ സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് കറണ്ടും സിമിലർ ആയിരിക്കും. റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട് ഇൻഫേസും ആയിരിക്കും. അപ്പൊ സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ ഓൺ ആയിരിക്കുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? T2 ആൻഡ് D2 ആണ്. ഓക്കെ, അപ്പൊ വർക്കിംഗ് മനസ്സിലായല്ലോ. മറ്റേതിൽ നിന്ന് ആകെ ഒരു വ്യത്യാസം ഉള്ളത്, ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്യും, അല്ലാതെ നമുക്ക് ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. T1ന്റെയും T2ന്റെയും കേസിൽ മാത്രം നമുക്ക് എന്തുള്ളൂ? ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. D1 ആൻഡ് D2 ഫോർവേഡ് ബയസ്ഡ് ആവുന്ന സമയത്ത് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത ലോഡിന്റെ കേസിൽ നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്നത് RL ലോഡാണ്. RL ലോഡ് ആവുമ്പോൾ തൈറിസ്റ്റേഴ്സ്, ഇത് ഹാഫ് കൺട്രോൾഡ് ആയതുകൊണ്ട് ഇവിടെ തൈറിസ്റ്റേഴ്സ് 2 ഡയോഡ്സ് ആണ് ഉണ്ടാവുക. പിന്നെ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇൻഡക്ടർ ആണ്, ഇൻഡക്റ്റീവ് ലോഡും ഉണ്ട്, ഒപ്പം റെസിസ്റ്റീവ് ലോഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ VL ആണ് ലോഡിന് അക്രോസ് വരുന്ന ഔട്ട്പുട്ട്, IL ആണ് അതിൽ കൂടെ പോകുന്ന കറണ്ട്. സർക്യൂട്ട് ഡയഗ്രാം മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 0 to ആൽഫ നമ്മുടെ ഫ്രീ വീലിംഗ് ഡയോഡാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനുശേഷം T1 എന്ന് പറയുന്ന തൈറിസ്റ്റർ ട്രിഗർ ചെയ്തു. തൈറിസ്റ്റർ ട്രിഗർ ചെയ്ത് കഴിയുമ്പോൾ T1ഉം D1ഉം കൂടെ കണ്ടക്ട് ചെയ്ത് പൈ വരെ T1 D1 കണ്ടക്ഷൻ ആണ് നടക്കുന്നത്. വേവ് ഫോം വരുന്നത് ഈ ലോഡ് വോൾട്ടേജിന്റെ വേവ് ഫോം ഇങ്ങനെയും ലോഡ് കറണ്ടിന്റെ വേവ് ഫോം ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കറണ്ട് മിനിമം ആയിട്ടില്ല ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്? പൈ ടു പൈ പ്ലസ് ആൽഫയില് തൈറിസ്റ്റർ ഒന്നും ട്രിഗർ ആവാത്ത സമയത്ത് കറണ്ട് എന്ന് പറയുന്നത് ഇൻഡക്ടർ കൂടെ പാസ് ചെയ്യാണ്. അപ്പൊ കറണ്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞ് പൈ പ്ലസ് ആൽഫ എത്തുമ്പോൾ അടുത്ത തൈറിസ്റ്റർ നമ്മൾ ട്രിഗർ ചെയ്യാണ് ചെയ്യുന്നത്, T2. അപ്പൊ T2 ആൻഡ് D2 ആയിരിക്കും അടുത്ത ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും ഫ്രീ വീലിംഗ് ഡയോഡ് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് സെമി കൺവേർട്ടേഴ്സ് വിത്ത് RL ലോഡ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് വരുന്നത്
സെമി കൺവേർട്ടേഴ്സ് വിത്ത് RLE ലോഡാണ്. ഹാഫ് കൺട്രോൾ ബ്രിഡ്ജ് ആവുമ്പോൾ ടൈറിസ്റ്ററിൽ 2 ഉണ്ടാവും. നേരത്തെ പോലെ തന്നെ 2 ഡയോഡ്സ് ആണ് പിന്നെ ഉണ്ടാവുക. ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ റെസിസ്റ്റീവും ഇൻഡക്റ്റീവും അതിന് പുറമെ എന്ന് പറയുന്ന ഒരു ബാക്ക് EMFും കൂടെ നമുക്കുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് ഈ ലോഡിന്റെ അക്രോസ് ആണ്. RLEയുടെ അക്രോസ് I0 ആണ്. അതിൽ കൂടെ പോകുന്ന കറണ്ട്. വേവ് ഫോം സിമിലർ ടു നമ്മൾ RLE ലോഡ് ഫുൾ കൺട്രോൾ ബ്രിഡ്ജ് റെക്ടിഫയർ പറഞ്ഞ പോലെ തന്നെ സിമിലർ ആയിട്ടാണ് RLE ലോഡിന് വരുന്നത്. V0ന്റെ വേവ് ഫോം ഇതും, ലോഡ് വോൾട്ടേജിന്റെ വേവ് ഫോം ഇതും, അതുപോലെ തന്നെ ലോഡ് കറണ്ട് I0ന്റെ വേവ് ഫോം ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി അത് രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയറിന് ഫുൾ കൺട്രോൾ ബ്രിഡ്ജ് റെക്ടിഫയറിന് പറഞ്ഞ പോലെ തന്നെയാണ് വരുമ്പോ വരുന്നത്. ഓക്കെ, അപ്പോ ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയറും ഫുള്ളി കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയറും ആണ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും നമ്മുടെ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇനി അതിന്റെ രണ്ടിനും ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹാഫ് കൺട്രോൾഡ് സിംഗിൾ ഫേസ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഹാഫ് കൺട്രോൾഡ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സർക്യൂട്ട് അറിയാം. 2 SCRഉം ബാക്കി 2 വരുന്നത് എന്തായിരിക്കും? ഡയോഡ്സും ആയിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ സർക്യൂട്ട് വരയ്ക്കുന്നു. കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്? ഒരു സിംഗിൾ ഫേസ് സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യണ്ടേ? സിംഗിൾ ഫേസ് സപ്ലൈ ഇവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ അക്രോസ് ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ലോഡ് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ട് അല്ലേ വരിക. ഇനി അതിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇൻ കണ്ടിന്യൂസ് ലോഡ് കറന്റ് മോഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്ലൈയിങ് ആൻ RL ലോഡ്, റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് RL ലോഡിനെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഫയറിംഗ് ആംഗിൾ ആൽഫയിൽ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സൈക്കിൾ ഫോർ വിച്ച് ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട്സ്. ഇവിടെ ഫ്രീ വീലിംഗ് ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫ്രീ വീലിംഗ് ഡയോഡും കൂടെ നമുക്ക് ഈ സർക്യൂട്ടിൽ കാണിക്കാം. ഈ ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന ഫ്രാക്ഷൻ ഓഫ് സൈക്കിൾ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഫ്രീ വീലിംഗ് ഡയോഡ് എപ്പോഴൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ RL ലോഡ് ആയതുകൊണ്ട് തന്നെ ഫ്രീ വീലിംഗ് ഡയോഡ് എപ്പോഴൊക്കെയാണ് കണ്ടക്ട് ചെയ്യാന്ന് നമുക്കറിയാം. ഒന്ന് 0 to ആൽഫ. തൈറിസ്റ്റേഴ്സ് ഒന്നും നമ്മളെ ട്രിഗർ ചെയ്യാത്ത സമയത്താണ് ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ 0 to ആൽഫ എന്ത് ചെയ്യുന്നുണ്ടാവും? ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പഠിച്ചതനുസരിച്ച് പൈ ടു പൈ പ്ലസ് ആൽഫയും നമുക്ക് ഫ്രീ വീലിംഗ് ഡയോഡ് തന്നെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ടോട്ടലി ഇത്ര ടൈമിലേക്കാണ് നമ്മുടെ ഫ്രീ വീലിംഗ് ഡയോഡ് ഒരു സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ ആദ്യത്തെ എന്ന് പറയുന്നത് ആൽഫയ്ക്ക് ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈ പ്ലസ് ആൽഫ എന്ന് പൈ മൈനസ് ചെയ്താൽ അതും എന്താണ്? ആൽഫയ്ക്ക് ഈക്വൽ തന്നെയാണ്. അപ്പൊ ആൽഫ പ്ലസ് ആൽഫ 2 ആൽഫയാണ് ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 2 പൈ അല്ലേ. അപ്പൊ 2 ആൽഫ ഡിവൈഡഡ് ബൈ 2 പൈ അല്ലേ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ വരിക. അപ്പൊ എന്താണ് ആൻസർ വരിക? ആൽഫ ഡിവൈഡഡ് ബൈ പൈ. അപ്പോ ഫ്രാക്ഷൻ ഓഫ് സൈക്കിൾ ഫോർ വിച്ച് ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ആൽഫ ഡിവൈഡഡ് ബൈ പൈ ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈൻ കമ്മ്യൂട്ടേറ്റഡ് സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയർ ഓപ്പറേറ്റ് ആസ് ആൻ ഇൻവേർട്ടർ. ഇൻവേർട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് ഫയറിംഗ് ആംഗിൾ ആണ്? നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെൻ ആൽഫ ഇസ് ലെസ് ദാൻ 90 degree ഇറ്റ് ആക്ട് ആസ് ആൻ റെക്ടിഫയർ ആൻഡ് വെൻ ആൽഫ ഇസ് ഗ്രേറ്റർ ദാൻ 90 degree ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻവേർട്ടർ. അപ്പോ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ എ, 90 ഡിഗ്രിയുടെയും 180 ഡിഗ്രിയുടെയും ഇടയിലാണ് ആൽഫ വരുന്നതെങ്കിൽ, ആൽഫ ഗ്രേറ്റർ ദാൻ 90 ആണ് വരുന്നതെങ്കിൽ അപ്പോഴാണ് അത് എന്ത് ആക്ട് ചെയ്യുക? ഇൻവേർട്ടർ ആയിട്ട് ആക്ട് ചെയ്യുക. ഈ ഓപ്ഷൻസ് തെറ്റി കൊടുത്തിട്ടുള്ളതല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെ തന്നെയാണ് കൊടുത്തിരുന്നത്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഗ്രേറ്റർ ദാൻ 90 വരുന്ന സമയത്താണ് ഇൻവേർട്ടർ ആയിട്ട് ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയർ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് രണ്ടും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. Next question, the prominent ripple frequency at the output of a 3-phase fully controlled rectifier operating at 50 Hz.
അപ്പൊ റിപ്പിൾ ഫ്രീക്വൻസി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. റിപ്പിൾ ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു പി പൾസ് കൺവേർട്ടർ ആണെങ്കിൽ പി ഇൻറ്റു എഫ് ചെയ്തതാണ് റിപ്പിൾ ഫ്രീക്വൻസി വരിക. ഈ പി എന്ന് പറയുന്നതിന്റെ വാല്യൂ സിംഗിൾ ഫേസ് ആണെങ്കിൽ 2 പൾസസ് ആണ് പെർ സൈക്കിൾ നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അതേസമയം 3 ഫേസ് ആവുമ്പോ എന്താണ്, ഇതുപോലെ എത്ര വേവ് ഫോം ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ 3 ഇൻറ്റു 2 പൾസ് പെർ സൈക്കിൾ അല്ലേ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ടോട്ടലി എത്ര വരും, 6 പൾസ് പെർ സൈക്കിൾ ആണ് ഏതിന്റെ കേസിൽ വരുന്നത്, 3 ഫേസ് ആകുമ്പോൾ വരുന്നത്. ഇവിടത്തെ കേസിൽ 3 ഫേസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത്. അപ്പോ റിപ്പിൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷനിൽ പിയുടെ വാല്യൂ എന്തായിരിക്കും, 6 ആയിരിക്കും അല്ലെ. 6 അല്ലേ വാല്യൂ, 6 ഇൻറ്റു എഫ് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു ഫ്രീക്വൻസി തന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ. എഫിന്റെ വാല്യൂ 50 ഹെഡ്സ് ആണ്. അപ്പൊ 6 ഇൻറ്റു 50 ചെയ്യുക, വിച്ച് മീൻസ് 300 ഹെഡ്സ് ആണ് ആൻസർ വരിക. അപ്പൊ ഓപ്ഷൻ എന്താണ് ഇവിടെ, ഓപ്ഷൻ ഡി 300 ഹെഡ്സ്. അടുത്തത് സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ ആണ്. ഇൻ എ സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ ആൽഫ ആൻഡ് ബീറ്റ ആർ ഫയറിംഗ് ആംഗിൾ ആൻഡ് എക്സ്റ്റിങ്ഷൻ ആംഗിൾ. ഫയറിംഗ് ആംഗിൾ ആൽഫയും ബീറ്റയാണ്, എക്സ്റ്റിങ്ഷൻ ആംഗിൾ അതായത് വേവ് ഫോം അവസാനിക്കുന്നത് ബീറ്റയിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലോഡ് കറണ്ട് ഈ പറയുന്നതിൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൽഫ ഫയറിംഗ് ആംഗിളും ബീറ്റ എക്സ്റ്റിങ്ഷൻ ആംഗിളും ആണെങ്കിൽ ടോട്ടലി ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്ന ഇന്റർവെല്ലിലാണ് പർട്ടിക്കുലർ സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ കണ്ടക്ട് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ. അത് കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡ് ആണെങ്കിൽ ബീറ്റ മൈനസ് ആൽഫ വിൽ ബി ഗ്രേറ്റർ ദാൻ പൈ ആയിരിക്കും. ആൻഡ് ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡ് ആണെങ്കിൽ ബീറ്റ മൈനസ് ആൽഫ വിൽ ബി ലെസ് ദാൻ പൈ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ കേസിൽ ആൻസർ വരുന്നത് എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ബീറ്റ മൈനസ് ആൽഫ വിൽ ബി ലെസ് ദാൻ പൈ. 90 ഡിഗ്രിയേക്കാളും താഴെ ആയിരിക്കും ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കിട്ടുന്ന വേവ് ഫോം എന്ന് പറയുന്നത് ആൽഫയിൽ ട്രിഗർ ആയി നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം വരുന്നു. ഔട്ട്പുട്ട് വേവ് ഫോം ഇവിടെ ആൽഫയിൽ സ്റ്റാർട്ട് ചെയ്ത് ബീറ്റയിൽ അവസാനിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, പൈ വരുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും പൈ പ്ലസ് ആൽഫയില് അടുത്ത ട്രിഗറിങ് കിട്ടുന്നു, വീണ്ടും വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയായിരിക്കും നമ്മുടെ വേവ് ഫോം വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത് ലെസ് ദാൻ പൈ ആവുമ്പോഴാണ് എന്ത് വരുന്നത്, ഡിസ്കണ്ടിന്യൂസ് ആയിട്ട്, ഇവിടെ 0 അല്ലേ കറണ്ട് വരുന്നത്. അപ്പൊ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള കണ്ടക്ഷൻ മോഡ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ ഡിസ്കണ്ടിന്യൂസ് ഇഫ് ബീറ്റ മൈനസ് ആൽഫ കണ്ടക്ഷൻ ചെയ്യുന്ന ഇന്റർവെല് ലെസ് ദാൻ പൈ ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രീ വീലിംഗ് ഡയോഡ്. നമ്മള് സർക്യൂട്ട്സില് ഇന്ന് നോക്കിയ സർക്യൂട്ട്സിൽ നമ്മൾ ഫ്രീ വീലിംഗ് ഡയോഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇത് മൂന്നും ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇൻപുട്ട് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നു, ലോഡ് കറണ്ട് വേവ് ഫോം ഇംപ്രൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബെറ്റർ ലോഡ് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ മൂന്നും ഫ്രീ വീലിംഗ് ഡയോഡ്സ് യൂസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് വരിക, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് എ സിംഗിൾ ഫേസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു VM ഫോർ ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ, and it will be equal to 2 VM in case of center tapped. Center tapped ആണെങ്കിൽ 2 VM ഉം ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിലും ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിലും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു VM ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ കേസിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് സിംഗിൾ ഫേസ് ഫുൾ വേവ് ബ്രിഡ്ജ് കൺവേർട്ടർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ ബി ആണ് വരിക. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വരുന്നത് VM വരുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിലും അതുപോലെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ കേസിലും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് VM ആണ് വരിക. അതേസമയം സെന്റർ ടാപ്ഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 2 VM ആയിരുന്നേനെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത്
ഫോർ ഹാഫ് വേവ് കൺട്രോൾഡ് റെക്ടിഫയർ ഫയറിംഗ് ആംഗിൾ θ1 ആണ്. ആൽഫയ്ക്ക് പകരം θ1 എന്ന് തന്നിരിക്കുന്നു. ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഔട്ട്പുട്ട് ഡി സി വോൾട്ടേജിന്റെ ആവറേജ് വാല്യൂ നമുക്ക് പഠിക്കാണ്ട് വി ഡി സി ഇസ് ഈക്വൽ ടു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് 1 ടൈം പീരീഡ് എവിടം തൊട്ട് എവിടം വരെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, θ1 to π വരെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. വി എം സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് എത്തുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് വി എം ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു 1 പ്ലസ് കോസ് θ1 എന്നുള്ളതാണ്. ഇവിടെ ആൽഫ ആണ് നമ്മൾ ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ടാവുക. ആൽഫയ്ക്ക് പകരം ഇവിടെ ഫയറിംഗ് ആംഗിൾ θ1 എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ θ1 എന്ന് വരും. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇക്വേഷൻസ് കുറച്ച് പഠിക്കാനുണ്ട്. ഫുള്ളി കൺട്രോൾഡ് ആണെങ്കിലും ഹാഫ് കൺട്രോൾഡ് കൺവേർട്ടേഴ്സിന്റെ കേസിലാണെങ്കിലും നമുക്ക് ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇക്വേഷൻ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഏറ്റവും ലാസ്റ്റ് വരുന്ന ഇക്വേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പൊ ഇവിടുത്തെ ആൻസർ വരിക വി എം ഡിവൈഡ് ബൈ 2π ഇൻറ്റു കോസ് θ1 പ്ലസ് 1. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. നമ്മളിപ്പോ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളൂ. സെന്റർ ടാപ്ഡിന്റെ കേസിൽ എന്താണ് 2 ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വി എം വരുന്നത് ഏതിനാണ്? വി എം വരുന്നത് ഹാഫ് വേവ് ബ്രിഡ്ജ് കൺവേർട്ടറിന്റെ കേസിലും അതുപോലെ തന്നെ ഫുൾ വേവ് ബ്രിഡ്ജ് കൺവേർട്ടറിന്റെ കേസിലാണ് എന്ത് വരുന്നത്, വി എം വരുന്നത്. ഓക്കെ, ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി 2 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു വാല്യൂ ആണ്. ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ റെക്ടിഫിക്കേഷൻ വാല്യൂ വിൽ ബി ഈക്വൽ ടു 40.6%. And if it is a full wave rectifier, the rectification efficiency will be equal to 81.2%. Okay, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. അപ്പൊ ഓപ്ഷൻ വരെ ഇവിടെ എന്താണ്, ഹാഫ് വേവ് റെക്ടിഫയർ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഓപ്ഷൻ ബി 40.6% എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി SCRs are required for constructing single phase semi converter which means half controlled? അല്ലെ, ഹാഫ് കൺട്രോൾഡിന്റെ കേസിൽ 4 ഡിവൈസ് ഉള്ളതിൽ 2 SCRും 2 ഏതായിരിക്കും, ഡയോഡ്സ് ആയിരിക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയതാണ് സെമി കൺവേർട്ടർ. ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയറിനെയാണ് സെമി കൺവേർട്ടർ എന്ന് പറയുന്നത്. സെമി കൺവേർട്ടേഴ്സിന്റെ കേസിൽ അപ്പൊ എത്ര SCR ആണ് വരുന്നത്? 2 SCR ആണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ബി 2 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ripple free current flow through the load at the output of a single phase full converter. സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. 4 SCR ഉണ്ടായിരിക്കും. അറ്റ് എ ടൈം അല്ലെങ്കിൽ ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും 2 കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും 2 കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിന് അക്രോസ് ആയിരിക്കും ലോഡ് കൊടുത്തിട്ടുണ്ടാവുക എന്ന് നമുക്കറിയാം. ലോഡ് ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ട് ആണ്. ഇവിടെ നമ്മൾ AC സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ AC സപ്ലൈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കേസിൽ ആ സമയത്തുള്ള റിപ്പിൾ ഫ്രീ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ലോഡിൽ കൂടെ 40 ആംപിയർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അറ്റ് എ ടൈം ഈ 2 തൈറിസ്റ്റർ ഓൺ ആയിരിക്കുന്ന കേസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ 2 തൈറിസ്റ്ററും ഓൺ ആയിരിക്കുന്ന സമയത്താണ് ലോഡിൽ കൂടെ എന്ത് പോകുന്നത്, 40 ആംപിയർ റിപ്പിൾ ഫ്രീ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോ ഒരു തൈറിസ്റ്ററിന്റെ അക്രോസ് എത്രയായിരിക്കും? പെർ തൈറിസ്റ്റർ നമുക്ക് എന്ത് പറയാം, തൈറിസ്റ്റർ അല്ലെങ്കിൽ SCR, പെർ തൈറിസ്റ്റർ ഓർ SCR വി ക്യാൻ സേ എത്രയായിരിക്കും പോകുന്നുണ്ടാവുക? 20 ആംപിയർ കറണ്ട് ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ആവറേജ് കറണ്ട് ത്രൂ ഈച്ച് തൈറിസ്റ്റർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി 20 ആംപിയർ ആയിരിക്കും. നെക്സ്റ്റ് ദാറ്റ് റിപ്പിൾ ഫ്രീക്വൻസി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ കേസിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 3 ഫേസ് ഫുൾ കൺവേർട്ടർ തന്നെയാണ്. 3 ഫേസ് ആയിരുന്നപ്പോ എത്ര പൾസ് എന്ന് നമ്മൾ പറഞ്ഞ 6 പൾസ് പെർ സൈക്കിൾ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്ത് വരും? ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 60 ഹെഡ്സ് ആണ്. റിപ്പിൾ ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു
പി ഇൻറ്റു എഫ്. പി ഇസ് ഈക്വൽ ടു ആണ് 6. ഇവിടുത്തെ കേസിൽ എന്ത് വരും? അപ്പോൾ 6 ഇൻറ്റു 60 വിച്ച് ഇസ് ഈക്വൽ ടു 360 ഹെഡ്സ് ആണ് ഫ്രീക്വൻസി വരുന്നത്, റിപ്പിൾ ഫ്രീക്വൻസി വരുന്നത്. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ ഓഫ് തേർഡ് ഹാർമോണിക് ഇൻ എ സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ. സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർ ഫയറിംഗ് ആംഗിൾ നമുക്ക് തന്നിരിക്കുന്നത് ആൽഫ ഈക്വൽ ടു 15 ഡിഗ്രി ആണ്. ആൽഫ 15 ഡിഗ്രി ആവുമ്പോൾ തേർഡ് ഹാർമോണിക്കിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹാർമോണിക് നമ്പർ n എന്ന് എടുക്കുകയാണെങ്കിൽ nth ഹാർമോണിക്കിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് equal to displacement angle will be equal to n into alpha. ഇവിടെ എന്താണ് കേസ്? n എന്ന് പറയുന്നത് എത്രാമത്തെ ഹാർമോണിക് ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്? 3 ആണ് അല്ലെ. അപ്പൊ n ഈക്വൽ ടു 3 ആണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 3 ഇൻറ്റു ആൽഫയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 15 ഡിഗ്രി ആണ്. 3 ഇൻറ്റു 15 വിച്ച് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ സി. Next question, a single phase fully controlled converter feeding an RL load നാണ് കൊടുക്കുന്നത് with back EMF 150 volt with a single phase AC source with RMS voltage 230 volt 50 hertz as input. ഇൻപുട്ടിന്റെ VSന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് 230 volt at 50 hertz ഫ്രീക്വൻസി ആണ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. യൂസ് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് RL ലോഡ് പ്ലസ് ബാക്ക് EMF 150 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ലോഡ് ഈസ് സച്ച് ദാറ്റ് കറണ്ട് ഇൻ ദ ലോഡ് ഈസ് ഡിസ്കണ്ടിന്യൂസ്, കറണ്ട് ഡിസ്കണ്ടിന്യൂസ് ആവുമ്പോൾ വോൾട്ടേജ് അക്രോസ് ദ ലോഡ് ടെർമിനൽസ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവുന്ന സമയത്ത് അപ്ലൈ ആവുന്ന വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും? ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളപ്പോഴാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടർ ആണ് വരുന്നത്. 4 SCR ഉണ്ട്. 2 എണ്ണം ഹാഫ് സൈക്കിളില്, ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളും 2 എണ്ണം നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ ഇൻപുട്ട് AC വോൾട്ടേജ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ ആണ് 230 വോൾട്ട് 50 ഹെഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. പിന്നെ തന്നിട്ടുള്ളത് നമുക്ക് എന്താണ്? RL ലോഡും ആണ്. ഒപ്പം E എന്ന് പറയുന്നതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 150 വോൾട്ട് ആണ്. അപ്പൊ നമുക്കറിയാം ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് എപ്പോഴാണ്? നമ്മുടെ സർക്യൂട്ടിലെ തൈറിസ്റ്റേഴ്സ് കണ്ടക്ട് ചെയ്യാത്ത സമയത്താണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന സമയത്ത് ഇവിടെ ഒരു 150 വോൾട്ട് ഉണ്ടെങ്കിൽ, E ഉണ്ടെങ്കിൽ അപ്ലൈ ആവുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 150 വോൾട്ട് അല്ലേ അപ്ലൈ ആവുക. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ സി 150 വോൾട്ട്. 230 വോൾട്ട് എന്ന് പറയുന്നത് സോഴ്സ് ഇൻപുട്ട് ആണ്. അത് തൈറിസ്റ്റേഴ്സ് ഓൺ ആയിരിക്കുന്ന സമയത്താണെങ്കിലാണ് ആ 230 വോൾട്ട് അപ്ലൈഡ് ആവുന്നത്. നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് 230√2 എന്നുള്ള വോൾട്ടേജ് തന്നിട്ടുള്ളത്. പിന്നെ 0 എന്നുള്ള വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത്. അപ്പോ ഇവിടുത്തെ കേസിൽ എന്താണ്? ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന സമയത്ത് ടെർമിനൽസിന്റെ അക്രോസ് അപ്ലൈഡ് ആവുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇയുടെ വാല്യൂ ആയിരിക്കും, ബാക്ക് EMFന്റെ വാല്യൂ ആയിരിക്കും, വിച്ച് വിൽ ബി ഓപ്ഷൻ സി 150 വോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the configuration of 3-phase half controlled converter. 3-phase ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സിംഗിൾ ഫേസ് ആണെങ്കിൽ ഹാഫ് കൺട്രോൾഡ് ആണെങ്കിൽ 2 SCR ഉണ്ടാവും, 2 ഡയോഡ്സ് ഉണ്ടാവും. ഇതേ കേസിൽ തന്നെ 3-phase ആണ് വരുന്നതെങ്കിൽ എന്തുണ്ടാവും? 3 SCRസും 3 ഡയോഡ്സും ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പകുതി SCRും പകുതി ഡയോഡും. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് വരിക. 3 SCRs and 3 diodes. Now the last question is, a 3-phase fully controlled converter was operating with RL load and continuous load current. Continuous load current ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഫയറിംഗ് ആംഗിൾ തന്നിട്ടുണ്ട് ആൽഫ ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. റിപ്പയർ ചെയ്തിപ്പോ എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്തു? തൈറിസ്റ്റേഴ്സിനെ 3 തൈറിസ്റ്റേഴ്സിനെ ബോട്ടം സൈഡിലത്തെ 3 തൈറിസ്റ്റേഴ്സിനെ
യൂഷ്വൽ ഡയോഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് രണ്ടിലും ഉണ്ടാവുന്ന ഈ സെയിം ആൽഫ ഈക്വൽ ടു 60 ഡിഗ്രി ഫയറിംഗ് ആംഗിളിൽ വരുന്ന ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജസ് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചേഞ്ച് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും ആദ്യം എന്തായിരുന്നു, ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടർ ആയിരുന്നു. അങ്ങനെ ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടർ ആയിരുന്ന സമയത്ത് ആവറേജ് വോൾട്ടേജിന്റെ ഫോർമുല വിൽ ബി ഈക്വൽ ടു 3√3 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു കോസ് ആൽഫയാണ്. കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇനി മൂന്നെണ്ണം നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഡയോഡ് വെച്ചിട്ട് എഞ്ചിനീയേഴ്സ് റിപ്പയർ ചെയ്ത സമയത്ത് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ വി എന്തായി, ഹാഫ് കൺട്രോൾഡ് ആയി. ഹാഫ് കൺട്രോൾഡിന്റെ കേസിൽ ആവറേജ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 3√3 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു 1 + കോസ് ആൽഫയാണ്. ഈ രണ്ട് ഇക്വേഷൻ അറിഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ രണ്ട് ഇക്വേഷൻ അപ്പൊ ഓർത്ത് വെക്കുക. ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടർ ആണെങ്കിൽ 3 ഫേസിന്റെ ആവറേജ് DC വാല്യൂ എന്ന് പറയുന്നത് 3√3 ഇൻറ്റു കോസ് ആൽഫയും, ഹാഫ് കൺട്രോൾഡ് ആണെങ്കിൽ 3√3 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു 1 + കോസ് ആൽഫ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തമ്മിലുള്ള റേഷ്യോ എടുത്ത് നോക്കാം. വി ഹാഫ് ഡിവൈഡഡ് ബൈ വി ഫുൾ വിൽ ബി ഈക്വൽ ടു എന്ത് വരും, ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ വരും. അതിൽ ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളതെല്ലാം ക്യാൻസൽ ആവും. അപ്പോൾ ബാക്കി എന്താണുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് ആൽഫ ഈക്വൽ ടു 60 ഡിഗ്രി അപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാം. which is equal to 3√3 by pi into cos 60 വരും, which is equal to 0.5. ഇവിടുത്തെ കേസിലാകുമ്പോൾ 3√3 ഡിവൈഡഡ് ബൈ 2π into 1 + cos ആൽഫയുടെ വാല്യൂ എന്താണ്, 0.5. അപ്പോൾ 1.5 വരും. 1.5 ആണ് വി ഹാഫിന്റെ കേസിൽ ഉണ്ടാവും. 1.5 ഡിവൈഡഡ് ബൈ 2 ഉണ്ടാവും. പിന്നെ വി ഫുള്ളിന്റെ കേസിലാണെങ്കിൽ 0.5 ഉണ്ടാവും. വിച്ച് മീൻസ് 1.5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1/2. ഇത് രണ്ടും ക്യാൻസൽ ആയി, വിച്ച് ഈസ് ഈക്വൽ ടു 1.5. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്, വി ഹാഫ് എന്ന് പറയുന്നത് ഹാഫ് കൺട്രോൾഡ് ആക്കിയപ്പോൾ കിട്ടുന്ന DC വോൾട്ടേജിന്റെ ആവറേജ് എന്ന് പറയുന്നത് ഫുൾ കൺട്രോൾഡ് ആയിരുന്ന സമയത്ത് വോൾട്ടേജ് ഇൻറ്റു 1.5 ചെയ്യുന്നതാണെന്നാണ് കിട്ടിയത്. അതായത് ഇവിടെ ഓപ്ഷൻ എന്താണ് വരിക, ഓപ്ഷൻ ബി 1.5 ടൈംസ് ദ പ്രീവിയസ് ഔട്ട്പുട്ട്. അതായത് ഫുൾ ലോഡിന്റെ 1.5 ടൈംസ് എടുക്കുന്നതാണ് നമുക്ക് റീപ്ലേസ് ചെയ്തതിന് ശേഷം, ഡയോഡ്സ് വെച്ചിട്ട് തൈറിസ്റ്റേഴ്സിനെ 3 റീപ്ലേസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഫുള്ളി ആൻഡ് ഹാഫ് കൺട്രോൾഡ് കൺവേർട്ടേഴ്സിന്റെ കേസിൽ പഠിക്കാനുള്ളത്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.